بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മുഖ്യാതിഥികൾ, പ്രധാന പണ്ഡിതന്മാർ, കിഴക്കൻ പ്രവിശ്യയിലെ ഇസ്ലാഹി സെൻ്ററുകളുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം ഒരു മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ 20 കോഴിക്കോട് കടപ്പുറത്തെ ജനസാഗരം സാക്ഷിയാക്കി നടന്ന ഒരു മഹാസമ്മേളനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ വിവിധ മേഖലകളിൽ, വിവിധ ഏരിയകളിൽ ഇസ്ലാഹി ഐക്യസംഗമങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം കിഴക്കൻ പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട 8ഓളം സെൻ്ററുകളിലെ പ്രവർത്തകരും അനുഭാവികളും ഈ ഒരു മഹാസമ്മേളനമെന്ന ഈ വേദിയിൽ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മളിങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ പോരായ്മകൾ വന്നുപോയേക്കാം. എങ്കിലും നമ്മൾ നല്ലൊരു ജനബാഹുല്യം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ഒരേ ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വലിയ നദികൾ ഇന്ന് ഒരുമിച്ച് സംഗമിച്ചൊഴുകി ഒരു മഹാനദിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൈത്തോടുകൾ ഇൻഷാ അല്ലാഹ് ഈ നദിയുമായി ഇനിയും കൂടിച്ചേരാനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്ലാമോഫോബിയ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന കാലത്ത് ഇത്തരം മുസ്ലിം കൂട്ടായ്മകൾ തീർത്തും പ്രസക്തമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടനാടിൻ്റെയും മുട്ടനാടിൻ്റെയും കഥ. കുട്ടനെയും മുട്ടനെയും പരസ്പരം ആക്രമിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ചെന്നായകൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഓരോ പ്രവർത്തകനും, ഓരോ മുസ്ലിം വിശ്വാസിയും ആലോചിക്കേണ്ടതാകുന്നു. ഒരേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ഒരേ പ്രവാചകനെ മാത്രം പിൻപറ്റുന്ന, ഒരേ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഒരേ ഖിബിലയ്ക്ക് നേരെ തിരിയുന്ന, ഒരൊറ്റ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരൊറ്റ നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിം സമൂഹം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം കടിച്ചു കീറുമ്പോൾ അതിൻ്റെ ഫായദ കവർന്നെടുക്കുവാൻ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഈ ആമുഖ
സ്വാഗത പ്രസംഗത്തിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അനുവദിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ 2 മിനിറ്റ് സമയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട, ഐക്യവുമായി ബന്ധപ്പെട്ട മറ്റ് പല വിഷയങ്ങളും നേതാക്കന്മാർ നിങ്ങളെ ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നതാണ്. ഇന്നേ ദിവസം നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പരിപാടികൾ 2 സെഷനുകളായിട്ടായിരിക്കും നടക്കുക. രാവിലെ തുടങ്ങുന്ന ഈ സെഷൻ ഇൻഷാ അല്ലാഹ് ഉച്ചഭക്ഷണത്തോടുകൂടി അവസാനിക്കും. അതിനുശേഷമാണ് അക്ബർ സാഹിബൊക്കെ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കുക. ഒന്നാമത്തെ സെഷനിൽ നമ്മുടെ ഈ സെഷനിൽ അധ്യക്ഷനായി നമുക്ക് ഇവിടെയുള്ളത് മുഹമ്മദ് കബീർ സലഫിയാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ ഐക്യസമ്മേളന സംഘാടന സമിതിയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇബ്രാഹിം വാബിൽ അവറുകളാണ്. ഈ ഐക്യസമ്മേളന സംഘാടന സമിതിയുടെ ജനറൽ കൺവീനറാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ നമുക്ക് രാവിലത്തെ സെഷനിൽ പ്രഭാഷണങ്ങൾ നടത്തുവാൻ പ്രമുഖ പണ്ഡിതന്മാരായ മുനീർ സുലാഹിയും നാസർ മദനിയും അതുപോലെ തന്നെ കുദറത്തുള്ള നദിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ ജുമാ നിർവഹിക്കാൻ ഏറ്റിട്ടുള്ളത് ജുബൈൽ എന്നുള്ള ദായി ഹാഫിസ് റഹ്മാൻ മദനിയാണ്. അദ്ദേഹത്തെയും ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ മേഖലകളിൽ നിന്ന് വന്ന സെൻറ്ററുകളുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി അങ്ങനെയുള്ള ഭാരവാഹികളെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ ഓരോരുത്തരെയും ഈ ഐക്യസമ്മേളനത്തിൻ്റെ സംഘാടന സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് 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 الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന അതിവിശിഷ്ടരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, കിഴക്കൻ പ്രവിശ്യയിലെ ഇസ്ലാഹി സെൻ്ററുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരെ, ഈ ഐക്യ മഹാസമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം എത്തിപ്പെട്ട എൻ്റെ പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ അങ്ങേയറ്റം ആഹ്ലാദം പകരുന്ന സന്ദർഭമാണ് നമുക്ക് മുന്നിലൂടെ കഴിഞ്ഞുപോയത്. ആഹ്ലാദം മുറ്റി നിൽക്കുന്ന സാഹചര്യത്തെയും സന്ദർഭത്തെയും ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരും. ഐക്യത്തിന് രുചിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. സാഹോദര്യത്തിന്, ഒരുമയ്ക്ക്,
ഇണക്കത്തിന്, ഹൃദയത്തിന് അവാച്യമായ അനുഭൂതി നൽകുന്ന മധുരമുണ്ട് എന്ന് മനസ്സിലാക്കിയ വേളകളിലൂടെയാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈമാനിൻ്റെ മധുരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തിൻ്റെ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് സർവലോക പരിപാലകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ കൂടുതൽ മധുരമാണ് നമ്മുടെ മനസ്സുകൾക്ക് അവൻ ഇണക്കം നൽകി എന്നത്. ഈ സാധുക്കളായ ചെറിയ സംഘത്തെ തൗഹീദി പ്രബോധനമെന്ന വലിയ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നു. അതിൽ അഭിമാനമുണ്ടെങ്കിലും ഒപ്പം വിനയം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശിരസ്സുകൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആദർശ രംഗത്ത് മനസ്സിനിണക്കം ലഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന അവൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇണക്കത്തോട് ഒട്ടിച്ചേർന്ന് അതുകൊണ്ട് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാനുള്ള ബോധത്തോടെയും ത്യാഗസന്നദ്ധതയോടെയുമായിരിക്കണം ഈ ഞാനടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഇനി മുതൽ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കേണ്ടുന്നത്. സ്വാഭാവികമായും ആശങ്കകൾ പ്രബോധന പ്രവർത്തകരെന്ന നിലക്ക് വരാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഏതൊരാശങ്കയെയും വെല്ലാൻ പോന്ന തവക്കുൽ മനസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവനിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള മാനസികമായ ഔന്നിത്യത്തിലേക്ക് നമ്മളെല്ലാവരും ഉയർന്നു വരണം. ഞാൻ അധികരിപ്പിക്കുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഭവകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വെല്ലുവിളികളും നമുക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കുന്ന കാലമാണ്. അവയൊക്കെ നേരിടാനുള്ള ആർജവം നമുക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആർജവം നൽകുന്ന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമ്മുടെ കൈവശമുണ്ട് എന്നതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി പഠിച്ചു മനസ്സിലാക്കിയ നമ്മൾ ഏത് സന്ദർഭങ്ങളിലും അവനിൽ നിന്ന് അനുഗ്രഹത്തിനു വേണ്ടി, അവനിൽ നിന്ന് കാരുണ്യത്തിനു വേണ്ടി, അവനിൽ നിന്ന് പരിഹാരത്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ നൽകാനുള്ള, പരിഹാരങ്ങൾ നൽകാനുള്ള കഴിവുറ്റ നാഥനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും അവനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും. സഹോദരന്മാരെ, ഇന്നത്തെ ഈ മഹാസമ്മേളനം നമ്മുടെ നാട്ടിൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഉറക്കമൊഴിച്ചുണ്ടാക്കിയ വലിയ ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് വന്നു ചേർന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ, പരലോകത്ത് അവർക്ക് എല്ലാവിധ പ്രതിഫലങ്ങളും നൽകട്ടെ. ഇനിയും ഈ തൗഹീദി സംഘത്തെ നേരായ മാർഗത്തിലൂടെ നയിക്കാനുള്ള ശേഷിയും ശേമുഷികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൊച്ചു സംഘത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടേതായ ധർമ്മങ്ങൾ പിണക്കമില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ, ആക്ഷേപങ്ങളില്ലാതെ, ആരോപങ്ങളില്ലാതെ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മാനസികമായ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വിനയത്തോടുകൂടി എന്നും നമ്മൾ ജീവിക്കുക. നമ്മോടൊപ്പമുള്ള ഈ സൗദി അറേബ്യയിലെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ സംഭാവനകൾ അർപ്പിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ സഹോദരികൾക്കും സഹോദരിമാർക്കും ഈ തൗഹീദി പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ അഹോരാത്രം ആത്മാർത്ഥതയോടെ അധ്വാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. ബഹുമാനാധ്യക്ഷൻ, മറ്റു സമാധാനരായ നേതാക്കന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടങ്ങാൻ വൈകിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി എഴുതിയും കൊണ്ടുവന്നിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് അതൊരു പ്രസംഗ രൂപത്തിലാക്കാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ എഴുതി കൊണ്ടുവന്ന് ഇവിടെ വായിക്കാം. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ വളരെ ഉത്ബുദ്ധരായ ആൾക്കാരാണ്. അതുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്ത് പോവുക. ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നായി ഒഴുകി വന്നിരുന്ന ഒരു വലിയ നദി ഇടയ്ക്ക് എവിടെയോ വെച്ച് അതിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു പാറക്കെട്ടിൽ തട്ടി രണ്ടായി പിളർന്ന് ചിതറി ഒഴുകി അവസാനം അതിൻ്റെ പ്രതിബന്ധങ്ങളെയൊക്കെ തള്ളിമാറ്റി ഒരുപാട് മലകൾക്കിടയിലൂടെയും പാറക്കെട്ടുകൾക്കിടയിലൂടെയും കിതച്ചും കുതിച്ചും ഒഴുകി ഒന്നായി ഒഴുകുന്ന ഒരു സന്തോഷത്തിൻ്റെ സമയത്തിലാണ് നാം ഏവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തന പാതയിൽ ഒരു നൂറ്റാണ്ട് തികയ്ക്കുകയാണ്. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മറ്റ് ഇസ്ലാമിക സംഘടനകളുടെയുമായിട്ടുള്ള വ്യതിരക്തത? ഇസ്ലാമിൻ്റെ കാലികമായ പ്രതിനിധാനമാണ് നമ്മുടെ മുഖമുദ്ര. പഴയ കാലത്തിൻ്റെ കുടിസുകളോട് ഒരുപാട് പടപൊരുതിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് തന്നെ. ഈ ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരും നടത്തി വന്ന പ്രവർത്തനം ഇത് തന്നെയാണ്. അവർ ജീവിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളുടെ പ്രതിനിധാനം ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന ദൗത്യവും. ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച അജണ്ടകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ എത്രമാത്രം വിപ്ലവകരമായ നിലപാടുകളുമായാണ് പ്രസ്ഥാനം പ്രവർത്തിച്ചിരുന്നത് എന്ന് മനസ്സിലാകും. ഉദാഹരണമായി പറയാൻ ഒരുപാടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം, സാമൂഹികമായ പലതരം ഇടപെടലുകൾ, ഖുർആൻ്റെ ജനകീയത, മാതൃഭാഷയിലുള്ള കുത്തുബ, ജമാഅത്ത്, സ്ത്രീ ശാസ്ത്രീകരണം, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ ഹറാമെന്നോ മതവിരുദ്ധമെന്നോ കരുതിയിരുന്ന ഒരു കാലത്താണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരുന്നത്. പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ അജണ്ട തന്നെ ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അവർ ഒന്നടങ്കം പ്രഖ്യാപിച്ച ഉയർത്തിപ്പിടിച്ച കലിമത്തെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് യോജിക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റേത്. മതത്തിൻ്റെ മൂല്യങ്ങൾക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നും ആ മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ അജണ്ടകൾ ഓരോ കാലത്തും ഉണ്ടാക്കിയിട്ടുള്ളതും. അതൊക്കെ അവഗണിച്ച് ഈ മതത്തെ വെറും അക്ഷരവായന മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്ത ആളുകളോടാണ് പ്രസ്ഥാനം എതിരിട്ടിരുന്നത് എന്നും സ്വന്തമായ അജണ്ടകളും നിലപാടുകളുമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതിന് ആരോടും ശത്രുതയില്ല. അതിൻ്റെ അജണ്ടകളോടും ലക്ഷ്യങ്ങളോടും സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിപ്പിടിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന വിശാലമായ സഹിഷ്ണുതയാണ് പ്രസ്ഥാനത്തിനുള്ളത്. പക്ഷേ എങ്ങനെയോ ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു പിളർപ്പ് കടന്നു വന്നു. പക്ഷേ ആ പിളർപ്പിനെയൊക്കെ ഇസ്ലാമികമായി തന്നെ സുദീർഘമായ ഒരു അകൽച്ചയെ സ്വയം പരിഹരിക്കുകയും ചെയ്ത് ഒരു സന്തോഷകരമായ സന്ദർഭമാണ് നമ്മുടെ ഏവരുടെയും മുന്നിലുള്ളത്. രക്ഷിതാവിനെ മാത്രം ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ ഐക്യപാതയിലൂടെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം സ്വയം മുറിവേൽപ്പിച്ചത് പ്രവർത്തനത്തിന് വലിയൊരു ഭംഗം സംഭവിച്ചിട്ടുണ്ട്, പിന്നോട്ട് പോയിട്ടുണ്ട്. പിളർപ്പിന് ശേഷം 14 കൊല്ലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ 14 കൊല്ലം എന്നത് വലിയൊരു കാലഘട്ടമാണ്, വലിയൊരു നഷ്ടമാണ് അത് നമ്മൾക്ക് വരുത്തി വെച്ചുള്ളത്. കാലം അതിവേഗം നമ്മയും പലപ്പോഴും കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്.
ഒരു കാലഘട്ടത്തിൽ കാലത്ത് മുന്നേ നടന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഒരു കാലത്ത് നമ്മുടെ നിലപാടുകൾക്ക് വേണ്ടി, നമ്മുടെ സമീപനങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളും സാമൂഹിക നായകന്മാരടക്കം നമ്മളെ നോക്കി നിന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ അത് കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ നായകസ്ഥാനം പലപ്പോഴും നമ്മുടെ അവധാനത കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, ടൂളുകൾ അതിന് പാകപ്പെട്ടതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഖുർആൻ്റെയും പ്രവാചക ശരീകളുടെയും കാലികമായ പ്രതിനിധാനമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി പുതിയ കുതിപ്പുകൾ ആവശ്യമുണ്ട്. വർത്തമാനകാലം നേരിടുന്ന സമസ്യകൾ അനവധിയാണ്. നിരവധി പ്രശ്നങ്ങൾ മുസ്ലിം ലോകം മൊത്തത്തിൽ തന്നെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അജണ്ടകളിൽ മാറ്റമുണ്ടായിരിക്കണം. അവയോട് സംവദിക്കാൻ നമുക്ക് കഴിയണം. പഴമയുടെ വീരസ്യം പറച്ചിൽ അഭിരമിക്കുന്നവരായി നാം മാറരുത്. നമ്മുടെ ചെറുപ്പക്കാർ പുതിയ ലോകത്തിൻ്റെ വിളികൾക്ക് ഖുർആനികമായ ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവരായി തീരണം. നമ്മുടെ മുന്നിലുള്ള നിലപാടുകൾ ഒരുമ്പെടുത്തേണ്ടത് ഖുർആനിൽ നിന്നാണ്. ലോകത്തെ ഇതര ഇസ്ലാമിക സംഘടനകളോടൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം സൗഹാർദ്ദപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനോട് യോജിക്കാൻ കഴിയുന്നവരുമായിട്ട് ഒക്കെ യോജിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെയും സംഘത്തിൻ്റെയും സംഘടനകളുടെയും അജണ്ടകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടില്ല. അങ്ങനെയുള്ള ചില കടമെടുക്കലുകളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടവരുണ്ട്. അനിവാര്യമായി നമുക്ക് ചരിത്രവും പാരമ്പര്യവും നിരന്തരം ഓർത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള കർമ്മപരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കടമെടുത്ത അജണ്ടകളുമായി സംഘർഷത്തിലേർപ്പെടാതെ ഒരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകൽ അസാധ്യമാണ്. അതുകൊണ്ട് ഇത്തരം വെല്ലുവിളികളൊക്കെ നേരിട്ട് മുന്നോട്ട് ഒരു തോളോട് തോൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആനിലെ 47-ാം അധ്യായത്തിലെ 7-ാമത്തെ ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത്ത് അഖദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്നാണ് വാക്യത്തിൻ്റെ. എന്താണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട സഹായം എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യലാണ്. ആ സേവനം ചെയ്യലിൻ്റെ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. റസൂലുള്ളാഹിയോട് ഒരിക്കൽ ഒരു സഹാബി ഉപദേശം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ദേഷ്യപ്പെടരുത്. 2-ാം പ്രാവശ്യം ചോദിച്ചു, നീ ദേഷ്യപ്പെടരുത്. 3-ാം പ്രാവശ്യം ചോദിച്ചു, ദേഷ്യപ്പെടരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നദിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം. ആ നദി ഒഴുകി 2ആയി പിളർന്ന് കുറേയൊക്കെ ചിതറലും ചിലമ്പലും ഒക്കെ കഴിഞ്ഞ് ശാന്തമായി ഒഴുകുന്ന, അതിൻ്റെ ആഴം കൂടുന്തോറും, അതിൻ്റെ വേരുകൾ ഉറയ്ക്കുന്തോറും, ആഴം കൂടുന്തോറും അതിന് ശാന്തതയുണ്ടാകും. ആ ശാന്തതയിലേക്ക് നമ്മൾ തോളോട് തോളൊരുമിച്ച് പോകേണ്ടതുണ്ട്. ഒരു വാക്കുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ട്രഡീഷൻ ടീച്ചേഴ്സ് ടോളറൻസ്, അവർ ഫിലോസഫി preaches tolerance, our constitution practices tolerance. Let us not dilute it. Former സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ചിന്നപ്പ റെഡ്ഡി പറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. നമ്മൾ എല്ലാവരും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കയ്യിലെ
നഖങ്ങൾ മുറിക്കാറുണ്ട്. ഈ നഖങ്ങൾ നമ്മൾ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ ദശയിൽ തട്ടാതെ അതിൻ്റെ മുക്കുമൂലകളൊക്കെ ഫയല് ചെയ്ത് ഈ ഫയല് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ സ്വന്തം ഡ്രസ്സുകളിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ തട്ടാതിരിക്കാൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള മുന്നോട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സൂക്ഷ്മത പാലിച്ചാൽ പിന്നെ നമ്മളെല്ലാവരും ഇതിൽ വർക്ക് ചെയ്യുന്നത് നാളേക്ക് ആഹൃത്തിക്കുള്ള ഒരു പടച്ചവൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് ലാഭേച്ഛകൾക്കോ ദുനിയാവിലെ എന്തിനും വേണ്ടി നമ്മൾ ഇതിനാരും പ്രവർത്തിക്കാറില്ല, അതിനാരും പ്രതിഫലം പറ്റാറുമില്ല. അപ്പോൾ അത്തരം ഒരു സൂക്ഷ്മതയോടുകൂടി ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ആ യാത്രയിൽ പടച്ചവനെ ഞങ്ങൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടും നമ്മളെ ഈ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ തക്ക കാര്യപരിപാടികൾ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ജഗന്നിയന്താവായ സർവേശ്വരൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹത്തായ ഐക്യസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين والذين من اتبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. വളരെ സന്തോഷകരമായ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകൻ്റെയും മനസ്സിൽ വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു ഐക്യ സംരംഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ ഒന്നാമത്തെ പഠന സെക്ഷനിൽ ഈ ഉള്ളവനോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം വിശ്വാസവും പരലോക വിജയവും എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ്. നമ്മുടെ സമയം ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിശാല തലത്തിലേക്ക് പോകാതെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം നിങ്ങളിലേക്ക് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് രണ്ടാളുകൾ കടന്നു വരികയുണ്ടായി. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ അനുഭവിക്കുന്ന രണ്ട് വലിയ പരാതികളെക്കുറിച്ച് സംസാരിക്കുകയാണ്. വന്ന ഒന്നാമൻ പറഞ്ഞത്, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ ഭീമാകാരമായ പട്ടിണി പിടികൂടിയിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള മക്കളും
കുടുംബാംഗങ്ങളുമെല്ലാം പട്ടിണി എന്ന ആ ദുരന്തത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരാതി മൗനിയായി കേട്ടുകൊണ്ട് നിന്നു. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞ പരാതി, പ്രവാചകരെ, ഞങ്ങളുടെ നാടുകളിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങളെ പണവും ഞങ്ങളുടെ ജീവനും അപകടകരമായ രൂപത്തിൽ ഒരുപാട് വഴിക്കൊള്ളക്കാർ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ഒരു പരാതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായി വീക്ഷിക്കുകയുണ്ടായി. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പരാതികൾക്കും മറുപടി പറയാൻ, ഈ രണ്ടു പരാതികളും ദൂരീകരിച്ചു കൊടുക്കുവാൻ ഏറ്റവും അർഹൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ആ സമുദായത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ നേതാവെന്ന നിലയിൽ തങ്ങളുടെ പ്രജകളുടെ ഈ പരാതികളെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ പ്രജകളുടെ നേതാവെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടു പരാതിയും കേട്ടിട്ട് അവരോടായിക്കൊണ്ട് പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ മുന്നിൽ വെച്ച രണ്ടു പരാതികളും വലിയ പരാതികൾ തന്നെയാണ്. പക്ഷേ ഈ പരാതികളെക്കാളും വലിയ, ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പട്ടിണിയെക്കാളും, നിങ്ങളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വഴികൊള്ളക്കാരുടെ ആക്രമണത്തെക്കാളും, നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ബലായ റസൂലുള്ളാഹ്, ഞങ്ങളെ അറിയിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഒരു വിഭാഗം ആളുകൾ മുൻഭാഗത്തും പിൻഭാഗത്തും താഴെയും മുകളിലും വലതുവശത്തും ഇടതുവശത്തുമായി പ്രകാശപൂരിതമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വരുന്നുണ്ട്. എന്നാൽ മറ്റു രണ്ടാമത്തെ വിഷയം, ഇതേപോലെ മുന്നിലും പിന്നിലും വലതും ഇടതും മുകളിലും താഴെയുമൊന്നും യാതൊരുവിധ അഭയവുമില്ലാതെ ഇരുട്ടാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗവും അഭിമുഖീകരിക്കാനിരിപ്പുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിഭവം, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാതി, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം ആ പ്രകാശപൂരിതമായ ആ ഒരു അവസ്ഥാവിശേഷം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ വലാലത്താകുന്ന, ഇരുട്ടാകുന്ന ആ പ്രകാശമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നും പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള മടക്കമാണ് വിശ്വാസികളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പരാതിയും പരിഭവവും പ്രശ്നവുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. ഒരു വലിയ പരാതി പറയാൻ വന്ന ആളുകൾ, വലിയ രണ്ടു പരാതികളെ റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്ക് അർപ്പിക്കാൻ വന്ന ആളുകൾ ഈ പറഞ്ഞ പ്രവാചകന്റെ വാചകം കേട്ടിട്ട്, ഞങ്ങളുടെ പട്ടിണി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ഞങ്ങളെ വഴികൊള്ളക്കാർ ആക്രമിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, മറിച്ച് നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫൗഖഹു നൂറുൻ ഫൗഖഹു നൂറുൻ വഅമാമഹു നൂറുൻ വയമീനുഹു നൂറുൻ വശിമാലുഹു നൂറുൻ വതഹ്തഹു നൂറുൻ, താഴെയും മുകളിലും വലതുവശത്തും ഇടതുവശത്തും പ്രകാശം കൊണ്ട് നിറയുന്ന ആളുകളിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അതാണ് ഞങ്ങളുടെ പ്രത്യാശയുമെന്ന് അവരവിടെ വെച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, ലോകം ഏതൊക്കെ ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കട്ടെ, അതൊന്നും
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിൻ എന്ന നിലയിൽ ഈ സമൂഹത്തിനോട് ബാധ്യതയുണ്ട് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. സമൂഹത്തിനോടും കുടുംബത്തിനോടും കുടുംബാംഗങ്ങളോടും സമൂഹാംഗങ്ങളോടും നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ ബാധ്യതകളിലെല്ലാം ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആഖിറത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മുടെ പരലോകത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. വേറെ എവിടെയുള്ള ചർച്ചകളും ഒക്കെ നടന്നാലും ആ ചർച്ചയിലെല്ലാം മുസ്ലിം ഭാഗവാക്കാകണം. പക്ഷേ ആ ഭാഗവാക്കാകുമ്പോഴൊക്കെയുള്ള ലക്ഷ്യം എന്താണ്? അത് പരലോക വിജയമാണ്. ആ പരലോക വിജയത്തിനു വേണ്ടിയാണ് നമ്മൾ ഐക്യപ്പെട്ടിട്ടുള്ളത്. ആ പരലോക വിജയത്തിനു വേണ്ടിയാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കാനല്ല നമ്മളാരും മുജാഹിദുകളായത്. ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനല്ല നമ്മളാരും ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി മുന്നോട്ട് വരുന്നത്. മറിച്ച് എൻ്റെ പരലോകം എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുടുംബത്തിന്റെ പരലോകത്തെ ഞാൻ രക്ഷപ്പെടുത്തണം, എൻ്റെ സമൂഹത്തിന്റെ പരലോകത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ബോധവൽക്കരണം നടത്തണം എന്ന ഉന്നതമായ ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളെ നയിക്കുന്നതെങ്കിൽ ആ പരലോക വിജയത്തിന്റെ ഏറ്റവും അകക്കാമ്പിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ ലോകത്തു നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചുറപ്പിന്റെ വിധി വരുമ്പോൾ ഇവിടെ നിന്നും യാത്രയാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ മുന്നിൽ കീഴൊതുങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ സ്വന്തം നഫ്സിനോട് സംസാരിച്ചത് സ്വഹാബാക്കൾ പറയുന്നു, സ്വന്തം നഫ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് സ്വഹാബാക്കൾ പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇസ്മാ ശഅത്, നീ ഈ ദുനിയാവിൽ നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചുകൊള്ളുക. ഫഇന്നക മയ്യിതുൻ, നിശ്ചയമായും നിനക്ക് മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസം കടന്നു വരാനുണ്ട്. ഇഷ്ടമുള്ളവരെ നീ സ്നേഹിച്ചോ, നിനക്ക് താല്പര്യമുള്ളവരെ എല്ലാം നീ സ്നേഹിച്ചോ. അവരെ നീ വേർപിരിയേണ്ടി വരും, അവരെ നീ വിട പറയേണ്ടി വരും. നിനക്കിഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചോ, പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് നീ പ്രതിഫലം വാങ്ങേണ്ടി വരും എന്ന് സ്വന്തം ശരീരത്തോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകത്തെ നമ്മൾ ഒന്ന് മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചോ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു കൊള്ളുക, പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വേർപിരിയേണ്ടി വരും. ആളുകളെയെല്ലാം നമ്മൾ ഇഷ്ടപ്പെടാം, ആളുകളെയെല്ലാം നമ്മുടെ സ്നേഹിതന്മാരാക്കാം, പക്ഷേ ആ സ്നേഹിതന്മാരെയെല്ലാം വിട പറയുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. നമ്മുടെ പ്രതിഫലങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുന്ന ഒരു പ്രതിഫലവേദി നമ്മളിലേക്ക് കടന്നു വരാനുണ്ട് എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് ഇട്ടുതന്ന പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 185-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്, നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. ഒരുപാട് സമ്പത്തിന്റെ ഉടമയല്ല, ഒരുപാട് പ്രതാപത്തിന്റെ ഉടമയല്ല, മറിച്ച് ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചുവോ, അവനാണ് വിജയിച്ചവൻ. ആ വിജയിയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ദുനിയാവിലെ വിജയങ്ങളൊക്കെ നമുക്ക് നേടാം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാം, അതൊന്നും ഇസ്ലാം നിഷേധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ വിജയം ഇതാണ്, അല്ലേ? യഥാർത്ഥ വിജയം ഇതാണ്. വമൻ സുഹ്സിഅ അനിൻ നാർ ഉദ്ഖിലൽ ജന്ന. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നുവോ അവനാണ് വിജയിച്ചവൻ. എന്നിട്ടല്ല പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിശ്ചയമായും ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിന്റെ ജീവിതം വെറും വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ്, വെറും വിഭവം മാത്രമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയം പരലോകത്തെ വിജയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ.
ഓ സമാധാനമടഞ്ഞ ആത്മാവേ, ഓ ശാന്തി അടഞ്ഞ ആത്മാവേ, അല്ലാഹുവിലേക്ക് നീ വളരെ സമാധാനത്തോടുകൂടി വരിക. ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ. തൃപ്തികരമായ മാർഗത്തിലൂടെ, സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീ സമാധാനത്തോടുകൂടി കടന്നു വരിക എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വിളിച്ചു കൊണ്ടുവരുന്ന രംഗത്തെക്കാളും വലിയ ഒരു സൗഭാഗ്യം നമുക്കില്ല. വലിയ ഒരു സാമ്പത്തിക സൗഭാഗ്യം നമുക്കില്ല. വലിയ ഒരു ആരോഗ്യ സൗഭാഗ്യം നമുക്കില്ല. വലിയ ഒരു മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യം നമുക്കില്ല. നമ്മുടെ മരണത്തിന്റെ സമയത്ത് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ കടക്കുക, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാ നമ്മൾ. അതിനുവേണ്ടി പണിയെടുക്കേണ്ടവരാണ് മുഅ്മിനുകൾ. അതിനുവേണ്ടി പണിയെടുക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതിനുവേണ്ടി പണിയെടുക്കേണ്ടവരാണ് മുജാഹിദുകൾ. അതിനുവേണ്ടി പണിയെടുക്കേണ്ടവരാണ് മുജാഹിദത്തുകൾ. ആ ഒരു ലക്ഷ്യം മറക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഇനി ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ പരലോകമാണ് നമുക്ക് വലുത്. നമ്മൾ ദുനിയാവിൽ എന്തൊക്കെ വിജയം നേടിയാലും ആ വിജയങ്ങൾക്കെല്ലാം അപ്പുറം നമ്മുടെ പാരത്രികം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ ആ വിജയത്തിന്റെ മാനദണ്ഡം എന്താണ്? ആ വിജയത്തിന്റെ മാനദണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ അല്ലാഹു ചില പ്രത്യേകതകൾ തന്നിട്ടുണ്ട് അല്ലേ? മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകതകൾ തന്നു. അല്ലാഹു പറയുന്നു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാ അലാ കസീറൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അല്ലാഹുവിന്റെ ഖുർആനാണ്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. നമ്മളെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റിതര ജീവജാല വർഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ അല്ലാഹു കരയിലും കടലിലും അവന് സ്വാധീനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടോ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്, നല്ലതിൽ നിന്ന് അല്ലാഹു അവന് റിസ്ക് കൊടുക്കുകയും ചെയ്തു. വഫളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, അല്ലാഹു സൃഷ്ടിച്ച സർവ്വതിൽ നിന്നും അല്ലാഹുവിന് ശ്രേഷ്ഠത കൊടുത്തു. അല്ലാഹുവിന് ശ്രേഷ്ഠത കൊടുത്തു. ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു, ആലോചിക്കാനുള്ള ബുദ്ധി കൊടുത്തു, കാണാനുള്ള കണ്ണ് കൊടുത്തു, കേൾക്കാനുള്ള ആ രൂപത്തിലുള്ള കാത് കൊടുത്തു, സംസാരിക്കാനുള്ള നാവ് കൊടുത്തു, ചിന്തിക്കാനുള്ള ഹൃദയം കൊടുത്തു. ഇതെല്ലാം മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. മറ്റുള്ള ഇതര ജീവജാലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വിശേഷ ബുദ്ധി എന്ന ഉന്നതമായ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഒരു അനുഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? മുസ്ലിമാക്കി മുഅ്മിനാക്കി അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ, വിശ്വാസിയാക്കി നമ്മളെ അല്ലാഹു പ്രത്യേകമാക്കി സ്പെഷ്യലാക്കി മാറ്റിയെങ്കിൽ, ഒരുപാട് മനുഷ്യരെ അല്ലാഹു വ്യത്യസ്തമാക്കി എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യരിൽ നിന്നും അല്ലാഹു നമ്മളെ സെലക്ട് ചെയ്ത് പ്രത്യേകമാക്കി മുസ്ലിങ്ങളാക്കി. എന്നാൽ ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ദീനെന്തെന്നറിയാത്തവർ, ദീനിന്റെ ചിഹ്നങ്ങൾ എന്തെന്നറിയാത്തവർ, വെറും പേരുകൊണ്ട് മാത്രം, സർട്ടിഫിക്കറ്റുകളിലും പാസ്പോർട്ടുകളിലും മാത്രം പേര് വരാൻ വേണ്ടി മുസ്ലിമായ ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട്. എന്നാൽ നമ്മൾ അവരല്ലല്ലോ. നമ്മൾ അങ്ങനെയുള്ള മുസ്ലിങ്ങളല്ലല്ലോ. നമ്മൾ മുസ്ലിങ്ങളോടൊപ്പം മുഅ്മിനുകളാണ്, മുഅ്മിനുകളോടൊപ്പം മുവഹിദുകളാണ്, മുവഹിദുകളോടൊപ്പം മുജാഹിദുകളാണ്. നമ്മളെ അല്ലാഹു എല്ലാത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് ഒരു പ്രത്യേക വിഭാഗമാക്കി മാറ്റിയെങ്കിൽ, ഈ വിശ്വാസികളായ മുഅ്മിനുകളായ മുവഹിദുകളായ ആളുകളോടും അതല്ല ലോകത്തിലെ മുഴുവൻ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ലക്ഷ്യമാക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ, ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, അവനോട് മാത്രം തേടാൻ വേണ്ടിയല്ലാതെ, അവനെ മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മളെ അല്ലാഹു സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി കടന്നു വന്ന നമ്മളുടെ ജീവിത രീതിയിൽ വരുന്നതാണ് നമ്മുടെ ജോലി,
നമ്മുടെ ബിസിനസ്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ വാഹനങ്ങളെല്ലാം ഈ ഒരു ജീവിത രീതിയിൽ കടന്നു വരുന്ന അതിന്റെ പിന്നീടുള്ള ഭാഗങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം ഇതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അതാണല്ലോ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് വിജയിച്ചവരെ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ വാ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്നും 5 നേരം വിളിച്ചു പറയുന്ന മഹിതമായ ഒരു സന്ദേശം ഉൾക്കൊണ്ട മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അല്ലേ? ബാങ്കിലൂടെ നമ്മളെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ വിളിച്ചുദ്ധരിക്കുകയാണെന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. പറയാൻ മുഅദ്ദിനോട് വിളിച്ചു പറയാൻ, ലോകത്തോട്, ലോക ജനതയോട് വിളിച്ചു പറയാൻ, മുസ്ലിങ്ങളോട് ബാങ്ക് വിളിക്കാനല്ല പറഞ്ഞത്, ലോക ജനതയോട് ഈ തത്വം പറ. ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വാ. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഉൾക്കൊണ്ട മനുഷ്യൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട മനുഷ്യൻ, വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഉൾക്കൊണ്ട മനുഷ്യൻ, അവൻ വരേണ്ട മാർഗമാണ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിന്റെ മാർഗം. അവൻ പരാജയത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവനല്ല. ഈ വിശ്വാസം ഉൾക്കൊണ്ടവൻ അവൻ തെരഞ്ഞെടുക്കുന്ന റൂട്ടാണ് വിജയത്തിന്റെ മാർഗം, വിജയത്തിന്റെ ധ്വനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വർഗീയതയില്ലാത്ത ഒരു വാദം, വർഗീയതയില്ലാത്ത ഒരു സിദ്ധാന്തം, ഒരാളെയും വേർപ്പെടുത്താത്ത ഒരു സിദ്ധാന്തം, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വേർതിരിക്കാത്ത ഒരു സിദ്ധാന്തം. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന വിജയത്തിന്റെ മാർഗം. ആ വിജയത്തിന്റെ മാർഗത്തിലേക്കാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോക സമൂഹത്തെ ക്ഷണിക്കുന്നത്. ആ വിജയത്തിന്റെ മാർഗമാണ് ആഖിറത്തിലേക്കുള്ള മാർഗം. ആ ആഖിറത്തിലേക്കുള്ള മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വിജയത്തിലേക്ക് വരാൻ നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിനെ മനസ്സിലാക്കുന്നിടത്താണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ആ വിജയത്തിലേക്കുള്ള വഴിയിലേക്ക് വരാൻ സ്വാഭാവികമായും അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം. റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തടുത്ത്, റബ്ബിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയാത്തടുത്ത് യഥാർത്ഥത്തിൽ ഈ വിജയത്തിന്റെ പാത തെരഞ്ഞെടുക്കാൻ പലപ്പോഴും അമാന്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ ലഫ്ളുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു എങ്ങനെയാണ് ആ റബ്ബിന്റെ വഴിയെ തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ളാലിലായിരുന്നു, നിങ്ങളെല്ലാവരും ളലാലത്തിലായിരുന്നു. ആ ളലാലത്തിൽ നിന്നും ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്ന റബ്ബുൽ ആലമീൻ, ആ ളലാലത്തിൽ നിന്നും സന്മാർഗത്തിന്റെ വഴി കാണിച്ചു തന്ന റബ്ബുൽ ആലമീൻ. നിങ്ങളെല്ലാവരും നഗ്നരായിരുന്നു, നിങ്ങൾക്കെല്ലാവർക്കും വസ്ത്രം തന്ന റബ്ബുൽ ആലമീൻ. നിങ്ങളെല്ലാവരും പാർപ്പിടമില്ലാത്തവരായിരുന്നു, നിങ്ങൾക്ക് താമസിക്കാനുള്ള പാർപ്പിടങ്ങളെ സംവിധാനിച്ചു തന്ന റബ്ബുൽ ആലമീൻ. നിങ്ങളെല്ലാവരും ഭക്ഷണമില്ലാത്തവരായിരുന്നു, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ പടച്ച തമ്പുരാൻ. ആ റബ്ബിലേക്ക് നിങ്ങൾ വരണം, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന മഹിതമായ സന്ദേശം. ആ സന്ദേശമാണ് വിജയത്തിലേക്കുള്ള വഴി, ആ സന്ദേശമാണ് വിജയത്തിലേക്കുള്ള വഴി. ഇനി ആ റബ്ബിനെ ആരാധിക്കുമ്പോൾ ഏതു തരത്തിൽ ആരാധിക്കണം അതും വിഷയമാണ്. അല്ലേ? അള്ളാഹുവിനെ ആരാധിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ വിജയത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുമോ? ഇല്ല. മറിച്ച് എങ്ങനെയാണ് അവനെ ആരാധിക്കേണ്ടത്? അതാണ് ഒരു മുസ്ലിം അവന്റെ നമസ്കാരത്തിൽ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് വിജയത്തിന്റെ വഴി. അള്ളാഹുവിനെ സൃഷ്ടാവിനെ മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം പരിപൂർണമായ ഒരു ഫലാഹിലേക്ക്, ഒരു വിജയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുന്നില്ല. മറിച്ച് വിശ്വാസി അവൻ പറയേണ്ട വാചകം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ഒരു സുന്ദരമായ ആദർശം,
ഈ ഒരു തുല്യതയില്ലാത്ത ആദർശം എനിക്ക് തേടാൻ, എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ, എനിക്ക് ഇബാദത്ത് അർപ്പിക്കാൻ, എനിക്ക് നേർച്ചയർപ്പിക്കാൻ, എനിക്ക് കേഴാൻ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന ഉന്നതമായ ഒരു വാചകം. ഈ വാചകമാണ്, അല്ലെങ്കിൽ ഈ ഒരു തത്വമാണ് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തുടക്കം തന്നെ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ. ഈ ഗ്രന്ഥത്തിൽ അതിൽ സംശയമില്ല, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ, വിശ്വസിക്കുകയും ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ഈ ഗ്രന്ഥത്തിൽ സംശയമില്ല. മാത്രമല്ല നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് വിജയിച്ചവർ, ഇവരാണ് വിജയം സൃഷ്ടിച്ചവർ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. സഹോദരങ്ങളെ, ആരാണ് വിജയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ പടച്ചറബിനെ മനസ്സിലാക്കുന്നിടത്ത് വിജയിച്ച ആളുകൾ. അല്ലാഹ് ഗൈബിയാണ്, അല്ലാഹ് അദൃശ്യമാണ്, അല്ലാഹ് അദൃശ്യനാണ്. ആ അദൃശ്യനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവാണ് എന്നെ പരിപാലിക്കുന്നവൻ, ആ സൃഷ്ടാവാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എനിക്ക് വെള്ളം തരുന്നവൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് എനിക്ക് വായു നൽകുന്നവൻ, അവനാണ് എനിക്ക് റിസ്ക് നൽകുന്നവൻ. ആ ഗൈബിയായ റബ്ബിനെ ഞാൻ കണ്ടില്ലെങ്കിലും, അവനെ ഞാൻ കേട്ടില്ലെങ്കിലും, അവനെ ഞാൻ അറിഞ്ഞില്ലെങ്കിലും ആ അല്ലാഹു ഗൈബിയായ റബ്ബുണ്ടെന്ന് വിശ്വസിക്കുകയും അവനെ മനസ്സിലാക്കുകയും ആ അല്ലാഹുവിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുകയും ആ അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹനെന്ന അടിയുറച്ച വിശ്വാസത്തെ തന്റെ നെഞ്ചകത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുക. അതാണ് വിജയത്തിന്റെ മാർഗം, അതാണ് വിജയത്തിന്റെ മാർഗം. അങ്ങനെയുള്ള ആളുകളാണ് വിജയിച്ചവർ എന്ന് അല്ലാഹു പറയാണ്. മാത്രവുമല്ല, ഹുദ ലഭിച്ചവർ, സന്മാർഗം ലഭിച്ചവർ, യഥാർത്ഥ റൂട്ട് ലഭിച്ച ആളുകൾ അവരാണ്. യഥാർത്ഥ റൂട്ട് ലഭിച്ച ആളുകൾ. രണ്ട് റൂട്ട് അല്ലാഹു ഇട്ടു തരുന്നു, ഇമ്മാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ള ഹുദയുടെ മാർഗത്തെ തിരഞ്ഞെടുക്കാം. ആ ഹുദയുടെ മാർഗം ഇതാണ്, ആ ഹുദയുടെ സന്ദേശം ഇതാണ്. ഏത് സന്ദേശം? പ്രവാചകന്മാരഖിലവും പറഞ്ഞ സന്ദേശം, പ്രവാചകന്മാരഖിലവും ഈ ലോക ജനതയുടെ മുമ്പിൽ പ്രബോധനം ചെയ്ത സന്ദേശം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ കടന്നു വന്ന മൂസാ നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുതൽ ലോകത്തേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഈ ലോക സമുദായത്തെ പഠിപ്പിച്ച ഉന്നതമായ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഹുദയുടെ മാർഗം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സന്മാർഗത്തിന്റെ മാർഗം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് വിജയത്തിന്റെ മാർഗം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പാരത്രിക ലോകത്തെ വിജയത്തിന്റെ മാർഗം. ഈ മാർഗത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു അറിയലിലൂടെ അല്ലെങ്കിൽ ഒരു ഇൽമിലൂടെ മാത്രം നേടിയെടുക്കേണ്ടതാണോ? അല്ല, മറിച്ച് എങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കണം? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. വഹുവ തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയത്തിൽ അത് സത്യപ്പെടുത്തണം. ഞാൻ കേവലം നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞു എന്നതുകൊണ്ട് ഞാൻ വിജയത്തിന്റെ വഴി തെരഞ്ഞെടുത്തവനല്ല, മറിച്ച് ഹുവ തസ്ദീഖും ബിൽ ഖൽബ് വനുതുഖും ബിൽ ലിസാൻ. ഞാൻ ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുക്കുകയും എന്റെ നാവുകൾ കൊണ്ടത് പറയുകയും വഅമലും ബിൽ ജവാരിഹ്, എന്റെ പ്രവർത്തനങ്ങളിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അകക്കാമ്പ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥമുണ്ടാകുന്നത്, അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകുന്നത്. പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവ മിഫ്താഹുൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ ചാവിയാണ്, സംശയമില്ല. പക്ഷേ ആ താക്കോലിന് ചില പല്ലുകളുണ്ട്. ആ പല്ലുകളും കൂടി ഉണ്ടെങ്കിലേ ആ താക്കോൽ സ്വർഗമാകുന്ന കുടിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ സ്വർഗത്തിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു തരൂ. ആ താക്കോലിന്റെ പല്ലുകളാണ് ഈ രൂപത്തിൽ ഈമാനോടുകൂടി, തഖ്വയോടുകൂടി, ഇഖ്ലാസോടുകൂടി നെഞ്ചകത്തേറ്റെടുത്ത അമലിലൂടെ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. അല്ലാതെ കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ കൊണ്ട്, ഒരു സംസാരം പറയൽ കൊണ്ട് ഒരിക്കലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രാവർത്തിക തലങ്ങളിലേക്ക് കൊണ്ടുവരണം. ലാ മഅബൂദ ലിഹഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു വിശ്വാസി
ഏറ്റെടുക്കേണ്ടത് അല്ലാഹയല്ലാതെ ആരാധനയ്ക്കർഹനായി ഈ ഭൂലോകത്ത് ഈ ഭൂമിയുടെ മേലിൽ ഒരിലാഹുമില്ല എന്ന ഉന്നതമായ സന്ദേശം. അല്ലാതെ കേവലം മൈക്കിൽ ഒച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചത് കൊണ്ട് കാര്യമില്ല, എന്നതുകൊണ്ട് അർത്ഥമില്ല. മറിച്ച് ലാ മഅബൂദ ലിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, എനിക്ക് തേടാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് നേർച്ചയർപ്പിക്കാൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എൻ്റെ അല്ലാഹയല്ലാതെ ലോകത്തൊരിലാഹുമില്ല എന്ന ഉന്നതമായ സന്ദേശം. ഈ ഒരു സന്ദേശത്തെ നെഞ്ചിലേക്കുമ്പോഴാണ്, ഈ ഒരു സന്ദേശത്തെ ഉറക്കെ ഉച്ചരിക്കുമ്പോഴാണ്, ഈ ഒരു സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാതെ കേവലം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ ആ ഹൃദയത്തിൽ ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥമുണ്ടാകുന്നില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നാവുകൊണ്ട് പറഞ്ഞതിന്റെ പേരിലാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നെഞ്ചകത്ത് ഏറ്റെടുത്തതിന്റെ പേരിലാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പ്രബോധനം ചെയ്തതിന്റെ പേരിലാണ് ഒരുപാട് ത്യാഗീവര്യന്മാരായ സ്വഹാബാക്കൾ ഈ ലോകത്ത് പ്രയാസം അനുഭവിച്ചത്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു വന്ന കറുത്ത നീഗ്രോ വംശജനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ശക്തമായി പ്രഹരിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലായിരുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിലായിരുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തതിന്റെ പേരിലായിരുന്നു ആ സ്വഹാബാക്കളൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചതെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തന്റെ ജീവിത തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വഅഫ്ളലു മാ ഖുൽതു വഅന വന്നബിയ്യുന മിൻ ഖബൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പുള്ള സമുദായവും പറഞ്ഞ, എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരകിലവും പറഞ്ഞ ഒരു സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു ഇലാഹില്ല. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗം ഇതാണ്, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള മാർഗം ഇതാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിന്റെ മുഖ്യമായ എല്ലാ വിഷയങ്ങളിലേക്കും കൊണ്ടുപോവാ, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ, തന്റെ സമൂഹത്തെ, തന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിശ്വസ്തനായിരുന്ന മുഹമ്മദ് അൽ അമീനായിരുന്ന പ്രവാചകൻ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയുക, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ വരെ അൽ അമീനായിരുന്ന പ്രവാചകനെ ആളുകൾ ആക്ഷേപിച്ചത്, ഇന്നലെ വരെ സത്യസന്ധനായിരുന്ന പ്രവാചകനെ ആളുകൾ തെറിവിളിച്ചത് ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിത തലങ്ങളിലേക്ക് കൊണ്ടുവരികയും മാത്രമല്ല അത് അറിയുന്നതോടൊപ്പം പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇസ്ലാമിക വിശ്വാസം എന്നത്, ഇസ്ലാമിക അഖീദ എന്നത് അത് അറിവ് കൊണ്ട് മാത്രം അത് പരിപൂർണമാകുന്നില്ല, മറിച്ച് അതിന് യഖീൻ വേണം, അത് ഉറച്ചു മനസ്സിൽ വിശ്വസിക്കണം. മാത്രമല്ല അതിന്റെ ഖബൂലിയത്ത്, അതിന്റെ സ്വീകാര്യതയും നമുക്ക് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ, അല്ലാഹയല്ലാതെ ഇലാഹില്ല എന്നറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ഉറപ്പില്ല, അവരുടെ മനസ്സിൽ യഖീനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹയല്ലാതെ ഒരു ഇലാഹില്ല എന്നറിഞ്ഞിട്ടും പ്രയാസം വരുമ്പോൾ അല്ലാഹയല്ലാതെ വേറെ എവിടെയെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അവന് യഖീനില്ല, അവൻ ഉറപ്പില്ല. പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നവനറിയാം. പക്ഷേ പെട്ടെന്നൊരു ദുരിതം നീക്കാൻ ഏതെങ്കിലുമൊക്കെ സൃഷ്ടികളെ ഒന്ന് തേടിയാലോ എന്നവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അവന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യഖീനില്ല, അവന്റെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഖബൂലിയത്തില്ല, സ്വീകാര്യതയില്ല. സഹോദരങ്ങളെ, വെറും നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രം ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് അദ്ദേഹം അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗത്തിലായേനെ. പക്ഷേ ആ അബൂ ത്വാലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാമായിരുന്നു. അബൂ ത്വാലിബ് പറഞ്ഞില്ലേ, വഅറൽത ദീനൻ ഖദ് അലിംത ബിഅന്നഹു മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ, നിശ്ചയമായും ഞാൻ കണ്ട മതങ്ങളിൽ ഏറ്റവും നല്ല മതം അത് മുഹമ്മദിന്റെ മതമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ മുഹമ്മദിന്റെ മതത്തെ ഉൾക്കൊള്ളാൻ അയാൾ തയ്യാറായില്ല, ആ മുഹമ്മദിന്റെ മതത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഹിദായത്തിന്റെ വഴിയിലെത്തുവോ, സന്മാർഗത്തിന്റെ വഴിയിലെത്തുവോ? ഇല്ല. മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ യഖീനോടുകൂടി ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉറപ്പിച്ച് എന്റെ പ്രയാസഘട്ടത്തിൽ, എന്റെ ബുദ്ധിമുട്ടിൽ, എന്റെ പരീക്ഷണങ്ങളിൽ എനിക്ക് തേടാൻ ആരുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹയല്ലാതെ എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് അർത്ഥമുള്ളത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് വിജയമുള്ളത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് വിജയത്തിന്റെ മാർഗത്തിലേക്കുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു ഹിദായത്തിന്റെ മാർഗം അല്ലാഹു നമുക്ക് തുറന്നു തരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരായിരുന്നു, അല്ലെ? ഒരുപാട് നന്മ ചെയ്തവരായിരുന്നു. നമുക്കറിയാം, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട്, റസൂലേ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനല്ലേ, പാവപ്പെട്ടവരെ സഹായിച്ച ആളല്ലേ, രോഗികൾക്ക് അഭയമായ ആളല്ലേ, അതേപോലെ തന്നെ അതിഥികളെ സൽക്കരിച്ചിരുന്നയാളല്ലേ, അയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ അള്ളാന്റെ കോടതിയിൽ? അള്ളാന്റെ പരലോകത്ത് എന്തെങ്കിലും അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന നല്ല മനുഷ്യന് കിട്ടുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആയിഷ ബീബിയോട് പറഞ്ഞു, അയാൾ മാത്ത ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ മുശ്രിക്കായി മരിച്ചുപോയ ആളാണ്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ ഒരു പ്രയോജനവുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രയോജനവും ഇല്ലാതായി പോയി. എന്തുകൊണ്ട്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ, വിശ്വസിക്കാതെ, അത് യഖീനോടുകൂടി ഉള്ളിലേക്ക് എടുക്കാതെ അയാൾ മരിച്ചുപോയത് കൊണ്ട് തന്നെ അയാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. നമുക്കറിയാം, ഹാത്തിമു ത്വാഇ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പണ്ട് മക്കയിൽ ജീവിച്ചിരുന്ന, പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ദാനധർമ്മത്തിൽ പലപ്പോഴും മക്കയിലെ ആളുകൾ പറയാറുണ്ടായിരുന്നു അത്രേ, ഹാത്തിമു ത്വാഇയെ പോലെയാകണം, ഒരുപാട് ദാനധർമ്മം ചെയ്ത മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മകൻ അദി ഇസ്ലാമായി, മുസ്ലിമായി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നതിന് ശേഷം ആ ഹാത്തിമു ത്വാഇ മരണപ്പെട്ടപ്പോൾ ആ അദി റസൂലുള്ളാഹിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, റസൂലേ, എൻ്റെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, എൻ്റെ ഉപ്പ ഒരു നല്ല ദാനധർമ്മിയായിരുന്നു, അദ്ദേഹത്തിന് വല്ല പ്രതിഫലവും ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി കൊടുത്ത മറുപടി, ഓ അദിയെ, നിന്റെ ഉപ്പ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അള്ളാന്റെ കോടതിയിൽ നിന്റെ ഉപ്പ വിജയിച്ചേനെ. പക്ഷേ ഇന്ന് നിന്റെ ഉപ്പ മരിച്ചിരിക്കുന്നത് വലാലത്തിന്റെ മാർഗത്തിലായതുകൊണ്ട് തന്നെ അതിനൊരു പ്രയോജനവുമില്ല, പ്രതിഫലവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അത് കേവലം പ്രാവർത്തികത, കേവലം നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതോടൊപ്പം ജീവിത തലങ്ങളിലേക്ക് കൂടി കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എതിരോട്ടുള്ള പ്രവർത്തനമാണ് അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ ഇബാദത്തുകൾ അർപ്പിക്കുന്ന സമ്പ്രദായം, അല്ലാഹുവല്ലാത്തവരിലേക്ക് തന്റെ ശുപാർശകൾ ഏൽപ്പിക്കുന്ന സമ്പ്രദായം. ഇത് മനസ്സിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തൗഹീദിന് യഖീനില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മക്കയിലെ ആളുകൾ പറയുന്ന അതേ വാചകത്തെ നമ്മുടെ സഹോദരങ്ങളും ഏറ്റുപറയുന്നത്ര മാത്രം ഇല്ല. ലയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാഹുവിലുള്ള ശുപാർശകരാണ് എന്നൊക്കെ പറയുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി എണ്ണി സൂചിപ്പിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ഇല്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് പരാജയത്തിന്റെ മാർഗമാണ്. അവർ നിങ്ങൾക്ക് ശുപാർശ ചെയ്യില്ല, അവർ നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല, അവർ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യില്ല, അവർ നിങ്ങൾക്ക് സഹായികളല്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ നേരെ വിപരീതമായ മാർഗത്തെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിലെത്തുമ്പോൾ വിജയിച്ച കക്ഷികളാകണമെങ്കിൽ, മുഫ്ലിഹീങ്ങളാവണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വിജയത്തിന്റെ മാർഗം ഹാദാ സിറാത്തി മുസ്തഖീമ, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആ പ്രവാചകന്മാർ കാണിച്ചു തന്ന, ആ സ്വഹാബാക്കൾ കാണിച്ചു തന്ന ഉന്നതമായ മാർഗത്തിലേക്ക്, ആ മാർഗത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സന്ദേശത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സന്ദേശത്തിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ അതാരു ചെയ്താലും, മൂസ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച ജൂതന്മാരും, ഈസ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച ക്രിസ്ത്യാനികളും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച മക്കയിലെ മുശ്രിക്കുകളും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്കയിലെ മുശ്രിക്കുകൾക്കെതിരായിരിക്കും, ഈസ നബി അലൈഹിസ്സലാം ആ നസ്വാറാക്കൾക്കെതിരായിരിക്കും, മൂസ നബി അലൈഹിസ്സലാം ആ ജൂതന്മാർക്ക് എതിരായിരിക്കും. ഇതേ സമയം നമ്മളുടെ ഖൗമ് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമുദായത്തിന് എതിരാകും. ആരാണെന്നറിയുമോ ആ സമുദായം? അവർ റസൂലുള്ളാഹിനെ എതിർത്തവരല്ല, അവർ റസൂലുള്ളാഹിനെ തെറി വിളിച്ചവരല്ല, അവർ റസൂലുള്ളാഹിനെ ചീത്ത വിളിച്ചവരല്ല, അവർ റസൂലുള്ളാഹിക്കെതിരെ കാർട്ടൂൺ എഴുതിയവരല്ല, അവർ റസൂലുള്ളാഹിനെ വിമർശിച്ചവരല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലാണ് പ്രവാചകനെന്ന് വിശ്വസിച്ചവർ,
ആ റസൂൽ നാളെ അവർക്കെതിരെ തിരിയുന്ന ഒരു രംഗം അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ നാളെ കണ്ണുനീരൊഴിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥ കൃത്യമായി മനസ്സിലാക്കുകയും യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന മേഖലയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അള്ളാഹു വിജയികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുക എന്നതിനപ്പുറം അല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട്, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉത്തമ സമുദായം ഉണ്ടാവട്ടെ, നന്മയിലേക്ക് കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിനാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അപ്പൊ നമുക്ക് കിട്ടിയ ഇലാ ഇലാഹ ഇല്ലല്ലാഹയെ, ഈ സന്ദേശത്തെ, ഈ ഈമാനിനെ, ഈ അഖീദയെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ എത്തിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് മുൻഗണന കൊടുക്കുക. മറ്റെല്ലാം നമ്മൾക്ക് ചെയ്യണം, എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മുസ്ലിം കർമ്മനിരതമാകണം. പക്ഷേ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമത് പറഞ്ഞ വാചകമുണ്ട്, ഓ മുആദ്, നീ അവരെ ഒന്നാമത് ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ പിന്നെ നീ നമസ്കാരത്തിലേക്ക് ക്ഷണിക്ക്, നോമ്പിലേക്ക് ക്ഷണിക്ക്, സക്കാത്തിലേക്ക് ക്ഷണിക്ക്, സ്വതക്കയിലേക്ക് ക്ഷണിക്ക്. അപ്പോൾ ഒന്നാമത് ഈ ദഅവത്തിന്റെ മുൻഗണനാക്രമം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നുകൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. ഇങ്ങനെയുള്ള ആളുകളാണ് നാളെ പടച്ചവന്റെ അടുക്കൽ വിജയിക്കുന്ന ആളുകൾ. ഇവരാകുന്നു നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വിജയം സൃഷ്ടിക്കുന്ന ആളുകൾ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കും ബൈനഹും അൻ യഖൂലു സമഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിശ്ചയമായും ഒരു വിഭാഗം വിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും മാത്രവുമല്ല ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിനെ കൃത്യമായി സമഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമുദായത്തെയുമെല്ലാം ഈ ഒരു വിജയത്തിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരായത്ത് കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഏറ്റെടുക്കേണ്ടത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മരണസമയത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. നമ്മളൊക്കെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വാചകം. തന്റെ മക്കളെയെല്ലാം അടുത്തു വിളിച്ചിട്ട് മക്കളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ മഹാനായ യാക്കൂബ് നബി ആ മക്കളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടത്തെക്കുറിച്ചല്ല, തെങ്ങിൻ തോട്ടത്തെക്കുറിച്ചല്ല, കൗങ്ങിൻ തോട്ടത്തെക്കുറിച്ചല്ല, ഞാനിവിടെ പ്രവാസിയായി കഴിഞ്ഞാൽ എന്റെ നാട്ടിലെ കച്ചവട സമ്പത്തുകൾ എന്റെ മക്കൾ അവർ നശിപ്പിച്ചു കളയുമോ എന്നതിനെ കുറിച്ചല്ല, മറിച്ച് മഹാനായ യാക്കൂബ് നബി ചോദിച്ച ഒരു കാര്യമുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ പൊന്നുമക്കളെ, ഞാൻ മരിച്ചു പോയാൽ ആരെ നിങ്ങൾ ആരാധിക്കും, ആരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കും? ആ മക്കൾ കൊടുത്ത ഏതൊരു ഉപ്പയ്ക്കും സന്തോഷം നൽകുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ആരാധിക്കുന്നത് ഇലാഹക വ ഇലാഹ ആബായിക വ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാക ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഇബ്രാഹീമിന്റെ ഇലാഹിനെ, ഇസ്മാഈലിന്റെ ഇലാഹിനെ, ഇസ്ഹാക്കിന്റെ ഇലാഹിനെ, യാക്കൂബിന്റെ ഇലാഹിനെ, ഇലാഹൻ വാഹിദ, ഏകനായ ഇലാഹിനെ, വ നഹ്നു ലഹു മുസ്ലിമൂൻ, കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഈ ഒരു സന്ദേശത്തെ നെഞ്ചകത്തേറ്റെടുത്തുകൊണ്ട് ഏതു നിലയ്ക്കും ഈ ഐക്യത്തിൽ നമ്മൾ ഒന്നിച്ചെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ നെഞ്ചകത്തേറ്റെടുത്ത് അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രബോധകരായി അത് സമൂഹത്തിൽ എത്തിച്ചു കൊടുത്ത് അങ്ങനെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ സർവ്വവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.